ഞങ്ങൾ പ്രഭാഷകന്മാർ, പണ്ഡിതന്മാർ, വാഴന്മാർ, മുദരിസമാർ, സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നവർ, അവരുടെ കാഴ്ചപ്പാട് സ്വർഗമായാലേ ജനങ്ങളുടെ കാഴ്ചപ്പാട് സ്വർഗമാകൂ. സ്വർഗം പറഞ്ഞുണ്ടായില്ല, കാഴ്ചപ്പാട് തന്നെ. ഇവരിപ്പോ മുസ്ലിങ്ങളാണല്ലോ, ഒരു വീക്ഷണപ്രകാരം മുസ്ലിങ്ങളാ. പക്ഷേ അവരെ പറ്റി ഖുർആൻ പറഞ്ഞു യുരീദൂനൽ ഹയാത്തദ് ദുനിയ. അവര് മുസ്ലിങ്ങളാ, പക്ഷെ യുരീദൂനൽ ഹയാത്തദ് ദുനിയ. അപ്പോൾ മുസ്ലിം ആണെങ്കിലും യുരീദൂനൽ ഹയാത്തദ് ദുനിയ, ഭൗതിക ജീവിതത്തെ ആഗ്രഹിച്ച് നടക്കുന്നവർ ഉണ്ടാകും, മുസ്ലിങ്ങൾ ഉണ്ടാവും. ഏറിയ കൂറും ഖിയാമത്ത് നാളല്ലേ കൂടും. തിരുത്തണം. ഇതാ ഇതിനെ ബഹുമാനപ്പെട്ട അഖീദയുടെ ഇമാമായ അബൂ മൻസൂരിൽ മാതുരിദി റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഇനി വേറെ ആളില്ലല്ലോ. അഖീദയുടെ ഇമാമിങ്ങൾ രണ്ടാളാ, അബുൽ ഹസൻ അൽ അശ്അരി, അബൂ മൻസൂരിൽ മാതുരിദി. അതിൽ ഇമാം മാതുരിദി തങ്ങളുടെ പരിശുദ്ധ ഖുർആന്റെ തഫ്സീറാണ് എൻ്റെ കയ്യിലുള്ളത്. എന്താണ് മാതുരിദി ഇമാം ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഒന്ന് നോക്കാം. സ്വർഗത്തിൽ എന്നെ സംബന്ധിച്ച് മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് നന്നാക്കേണ്ടത്. ഈ വിഷയത്തിൽ മാതുരിദി ഇമാം എന്താ പറയുന്നത് എന്ന് നോക്കാം. സ്വർഗം എന്നാണ് പറഞ്ഞു പോരാ, സ്വർഗം എന്ന് പറഞ്ഞു ഓടിയാ പോരാ. നിസ്കരിക്കണം, നോമ്പ് വിൽക്കണം, പക്ഷെ എല്ലാം ചെയ്യണം, അത് ഉറപ്പായിട്ട് ചെയ്യണം, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അള്ളാഹു നിസ്കരിക്കുന്നവരും നോമ്പ് വിൽക്കുന്നവരും ആവുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരും. പക്ഷേ അതേസമയത്ത് അവൾ മുത്തഖീങ്ങളാണ്. എന്താ മുത്തഖീങ്ങൾ? സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക. ഇതിൽപ്പെട്ടത് സൂക്ഷിക്കലാണ് എന്ത്? തവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ. അത് സൂക്ഷിക്കലാണ്. ദുനിയാവ് ഫാനിയത്താണ്, ഇത് കാടിയാണ്. ദുനിയാവ് റനഖിൻ ബിമശ്റബിൻ റനഖിൻ സഫാഹിൽ ലിഹിൽമിക ഇൻ റളീത ബിമശ്റബിൻ റനഖിൻ. കാടിയാണ്. ദുനിയാവ് കാടിയാണ് എന്ന ബോധമുണ്ടാകണം. അപ്പോൾ ആ ബോധം ഉള്ളിൽ കയറിയാലോ ആലിമിന്റെ ഇൽമുണരും. അതാണ് യഥാർത്ഥ ആലിം. ആ ആലിമിന് സമൂഹത്തെ തിരുത്താൻ കഴിയും, തിരുത്തിയിട്ടുണ്ട്. ആലിമിങ്ങളെ കൂടെ, അങ്ങനത്തെ ആലിമിങ്ങളെ കൂടെ കൂടിയാൽ നമ്മൾ നന്നാവും. പക്ഷേ അങ്ങനത്തെ ആലിമിങ്ങളെ കൂടെ കൂടിയതുപോലെ നമ്മൾ നിയത്ത് ചെയ്താൽ പോരാ. ചിലപ്പോൾ ചില ആലിമിങ്ങളെ കൂടെ നമ്മൾ കൂടും അതിന്റെ പേരിൽ ദുനിയാവിൽ നടിക്കാൻ വേണ്ടി. ഞാൻ ഇന്നാലിന്റെ ആളുടെ ആളാണ്, ഞാൻ ഇന്നാലിന്റെ ഷെയ്ഖിന്റെ മുരീദാണ്, ഞാൻ ഇന്നാലിന്റെ നഹാന്റെ ഖലീഫയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ നമ്മളൊക്കെ തന്നെ അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഇന്നാലിന്റെ ഷെയ്ഖിന്റെ മുരീദാണ്, ഞാൻ ഔലിയാപ്പാപ്പാന്റെ കൂടെ നടന്ന ആളാണ്, ഞാൻ ഔലിയാപ്പാപ്പാന്റെ കൂടെ എത്രയും ഫോട്ടോത്തിൽ പങ്കെടുത്ത ആളാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ചിന്തിക്കണം. ഇവിടെ എല്ലാം അവിടെയൊക്കെ നമുക്ക് തെറ്റുപറ്റും. ആലിമീങ്ങളെ ഇത്തരം പരലോകത്തെ മനസ്സിലാക്കിയ ആലിമീങ്ങളെ അനുധാവനം ചെയ്താൽ അക്ഷരാർത്ഥത്തിൽ അനുധാവനം ചെയ്യും. അവരെ പിന്നാലെ നടക്കുകയും ദുനിയാവിലെ ജാഹ് നമ്മുടെ തലയെ കയറി കൂടുകയും ചെയ്യുകയാണ് ഇന്ന് പലപ്പോഴും ഉണ്ടാവുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് മാറ്റണം, അത് മാറണം, അത് മാറ്റണം. എങ്കിൽ നമ്മൾ ഈ ആയത്തിന് ബഹുമാനപ്പെട്ട അബൂ മൻസൂർ മാതുരിദി പറഞ്ഞ വ്യാഖ്യാനം റളിയല്ലാഹു വ്യാഖ്യാനം കേൾക്കാം. وقال الذين اوتوا العلم എന്ന ആയത്തിനെ ബഹുമാനപ്പെട്ട വഖാല الذين اوتوا العلم എന്ന ആയത്തിനെ അബൂ മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ആയത്തെ അർത്ഥം ഐ ഊതു മനാഫിഅൽ ഇൽമി, വിജ്ഞാനത്തിന്റെ ഉപകാരം നേടിയവരെ. അതായത് ഇൽമിനാഫിയായത് അവര് വെറുതെ ഉള്ള ഇൽമല്ല, ഇൽമിനാഫിയായവര് വിജ്ഞാനത്തിന് ഉപകാരം അവരെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അവര് എന്തുകൊണ്ട് അങ്ങനെ അർത്ഥം വെക്കണം? എന്തുകൊണ്ട്? ഇത് ഖദ് യുഅ്തൽ ഇൽമ, അയാൾക്ക് നൽകപ്പെടും അൽ ഇൽമ, ഇൽമിനെ റുബമ ചിലപ്പോൾ വലാ യുഅ്ത അയാൾക്ക് നൽകപ്പെടുകയില്ല മിനൽ ഇന്തിഫാഇ ലഹു, ഇന്തിഫാഇനെ നൽകപ്പെടുകയില്ല. അയാൾക്ക് ആ വിജ്ഞാനത്തിന് ഉപകാരം ഉണ്ടാവില്ല. വിജ്ഞാനം ഉണ്ടാവും, പക്ഷെ ഉപകാരം ഉണ്ടാവില്ല. വളരെ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ദുനിയാവിനെയും ആഖിറത്തിനെയും തിരിച്ചറിയണം. ദുനിയാവ് കടലാണ്, ദുനിയാവിലെ വെള്ളം കാടിവെള്ളാണ്. സ്വർഗമോ? സ്വർഗം സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ. ഒരായത്തോ വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീലാ. ഏറെ ദറജകളുള്ളത്, ഏറെ മേലെയായത്, ഏറെ ഹിതകരമായത്, ഏറെ പവിത്രമായത്, ഏറെ ഉന്നതമായത്, അതാണ് സ്വർഗം എന്ന് മനസ്സിലാക്കി.
ചിന്തിക്കും. ഈ ആയത്ത് അവസാനിക്കുന്ന ഭാഗത്ത് ആർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കാം. ഈ ആയത്ത് പറഞ്ഞു വെക്കുന്ന അവസാന ഭാഗത്ത് സ്വർഗം ആർക്കാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വർഗത്തെ കൊതിക്കുന്നവരെ, എന്റെ പ്രേക്ഷകരെ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, സ്വർഗത്തെ കൊതിക്കുന്നവരെ, ഈ പ്രഭാഷണത്തിന്റെ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, ഈ ആയത്തിന് അവസാന ഭാഗം ഓടിത്തരാം. നമുക്കൊക്കെ അല്ലാഹു തആല ചിന്ത നന്നാക്കി തരട്ടെ. തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. تلك الدار الاخره സ്വർഗ്ഗം എന്ന വീട് നജഅലുഹാ, അതിനെ നാം ഉണ്ടാക്കി വെച്ച്. ശ്രദ്ധിക്കണേ ശ്രോതാക്കളെ, ഇന്നത്തെ വിഷയത്തിന് മർമ്മാണിത്. ഈ ആയത്താണ് ഇന്നത്തെ വിഷയത്തിന് മർമ്മം. തിൽക്കദ്ദാറുൽ ആഖിറ, സ്വർഗ്ഗം എന്ന വീട്. നജഅലുഹാ, അത് നാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ലില്ലദീന, ഒരു വിഭാഗത്തിനാണ്. ലാ യുരീദൂന, അവരുദ്ദേശിക്കുന്നില്ല. ഉലുവൻ ഫിൽ അർളി, ദുനിയാവിൽ മേലെയാകണമെന്ന്. വലാ ഫസാദാ, ഒരു ഫസാദും അവരുദ്ദേശിക്കുന്നില്ല. ചിന്തിക്കണം. ഈ ആയത്ത് ഇങ്ങോട്ട് നോക്കൂ. ഈ ആയത്ത് വളരെ മർമ്മപ്പെട്ട ആയത്താണ്. ഈ വിഷയം പറഞ്ഞിട്ട് ഖാറൂന്റെ എഴുന്നള്ളത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പണ്ഡിതന്മാർ ജനങ്ങളെ ആക്ഷേപിച്ച് മാറ്റി നേരായ വഴിക്ക് ചിന്തിക്കുക. സ്വർഗമാണ് ഏറ്റവും വലുത്, ഇവന്റെ കാടിയല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ നേരായ വഴിക്ക് കൊണ്ടുവന്നിട്ട് അവസാനം പറയുന്ന ഒരു ആയത്ത് അവിടെയുണ്ട്. അതൊക്കെ അവതരിപ്പിച്ചത് അവസാനം പറയുന്ന ആയത്താണ് അവിടെ മർമ്മം. എന്തായത്ത്? തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. 79 മുതൽ നമ്മൾ ഓടി. ഈ ആയത്ത് 83-ാമത്തെ ആയത്താണ്. ഇതിന്റെ അർത്ഥം ശരിക്ക് കേൾക്കണം. തിൽക്കദ്ദാർ, എല്ലാവർക്കും സ്വർഗം വേണമല്ലോ. അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ച് എങ്ങനെ നമ്മൾ മാറ്റേണ്ടത്? തിൽക്കദ്ദാറുൽ ആഖിറ, സ്വർഗം എന്ന വീട്. നജഅലുഹാ, നാം പണിത് വെച്ചിട്ടുള്ളത് ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്കാണ്. ലാ യുരീദൂന, അവരുദ്ദേശിക്കുന്നില്ല. ഉലുവൻ, മേൽമത്തരത്തെ. ഫിൽ അർളി, ഭൂമിയിൽ. മറ്റവനേക്കാൾ മേലെയാകണം, മറ്റവനേക്കാൾ ദുനിയാവിൽ വലിയ ആളാകണം. ഇബാദത്തിലല്ല, സുഹുദിലല്ല, ഇൽമിലല്ല. പിന്നെയോ ദുനിയാവിന്റെ പളപ്പളപ്പിൽ, ദുനിയാവിന്റെ അടയാഭരണങ്ങളിൽ, ദുനിയാവിന്റെ സൗകര്യത്തിൽ. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. തിൽക്കദ്ദാറുൽ ആഖിറ, സ്വർഗ്ഗം എന്ന വീട്. നജഅലുഹാ, നാം പണിത് വെച്ചിട്ടുള്ളത് ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്കാണ്. ലാ യുരീദൂന ദുനിയാ ഫിൽ ഉലുവൻ ഫിൽ അർളി. ലാ യുരീദൂന, അവരുദ്ദേശിക്കുകയേ ഇല്ല. ഉലുവൻ, മേൽമത്തരത്തെ. ഫിൽ അർളി, ഭൂമിയിൽ. വലാ ഫസാദ, ഒരു ഫസാദും അവരാൽ ഉണ്ടാവുകയുമില്ല, അവരുദ്ദേശിക്കുകയുമില്ല. ഈ കാടിയായ, കടലായ, ആഴക്കടലായ ദുനിയാവും അത് നമ്മെ രമിപ്പിച്ച് രസിപ്പിച്ച് വശപ്പെടുത്തുന്ന ദുനിയാവിന്റെ പളപ്പളപ്പും സൂക്ഷിക്കുന്നവർ മാത്രമേ വൽ ആഖിബ, സ്വർഗം കൊണ്ട് അവസാനം വിജയിക്കുകയുള്ളൂ. അർത്ഥം പറയുന്നത് ശ്രദ്ധിക്കണം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ.
എന്ന് പറഞ്ഞാൽ അൽ ഫൗസ് ബിൽ ജന്ന, സ്വർഗം കൊണ്ട് ജയിക്കുന്നത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ്. അവരാ ജയിക്കുക. സ്വർഗം കൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ അതാർക്കാ? ലിൽ മുത്തഖീൻ. അതായത് ദുനിയാവിന്റെ സ്ഥാനത്തും സ്വർഗത്തിന്റെ സ്ഥാനത്തും മനസ്സിരുത്തിയാലേ അവർക്ക് സ്വർഗം കൊണ്ട് വിജയിക്കാൻ കഴിയൂ. അതാണ് പറഞ്ഞതിനർത്ഥം. ദുനിയാവിന്റെ മേൽമത്തരത്തിന്റെ പിന്നിൽ അഭിരമിക്കുക, എന്നിട്ട് സ്വർഗത്തിലും എത്തുക ഉണ്ടാവില്ല. അള്ളാഹു നമ്മെ മൂടട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ചിന്തിക്കണം. അപ്പോൾ സ്വർഗം ആർക്കാ? സ്വർഗത്തിന്റെ രസം ആർക്കെങ്കിലും കിട്ടാൻ പോകുന്ന സ്വർഗത്തെ നമ്മൾ അതിന്റെ മഹത്വം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കിട്ടാവുന്ന സ്വർഗത്തെ പറ്റിയല്ലേ പറയണ്ട്. സ്വർഗത്തിനെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു വെച്ച്. സ്വർഗം അങ്ങനെയാണ്, ഒരു കൊട്ടാരുണ്ട്, അതിന് അങ്ങനെയുണ്ട്, അതിൽ മണിമന്ദിരങ്ങളുണ്ട്, അതിൽ നല്ല കിളികളുണ്ട്, അതിൽ നല്ല പാലുണ്ട്, തേനുണ്ട് ഒക്കെ പറഞ്ഞു. എന്നിട്ടോ നമുക്ക് കിട്ടിയതുമില്ല. പിന്നെന്താ കേട്ടോ അതിൽ കാര്യം എന്താ? മലയാളിൻ്റെ അവിടുത്തെ ചോറിന് നെയ്ച്ചോറിന് നല്ല രസമുണ്ടായിരുന്നു എന്നൊരുത്തൻ മക്കാനിയിലിരുന്ന് പറഞ്ഞൊരു കഥ എൻ്റെ വാപ്പ പറയാറുണ്ട്. മുതലാളിന്റെ വീട്ടിലെ നിക്കാഹ് പരിപാടിയിൽ വെച്ച നെയ്ച്ചോറിന്റെ രുചി നല്ല രുചിയായിരുന്നു. മുതലാളിയുടെ വീട്ടിലെ നിക്കാഹിന്റെ ചടങ്ങിൽ വെച്ച നെയ്ച്ചോറിന് നല്ല രുചിയായിരുന്നു എന്നൊരാൾ മക്കാനിലിരുന്ന് പറഞ്ഞേ. അപ്പോൾ അടുത്തിരിക്കണമെന്ന് ചോദിച്ചു. ഇജ്ജ് പോയിരുന്നോ? ഇജ്ജ് കഴിച്ചോ? അപ്പം പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല, തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയവര് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്റെ വാപ്പാന്റെ രൂപമയാ, എന്റെ വാപ്പ പറഞ്ഞിരുന്ന രൂപമയാ. ഒരുത്തൻ പറയാ, പീടിയിരുന്ന് വൽപ്പത്തരം പറയാ, മലയാളിന്റെ അവിടെ മകളെ നിക്കാഹിൻ പരിപാടിക്ക് വെച്ച ആ ചടങ്ങിൽ വെച്ച നെയ്ച്ചോറ് നല്ല രസമുള്ള നെയ്ച്ചോറായിരുന്നു. അപ്പൊ മറ്റോൻ ചോദിച്ചു ഇച്ചി തിന്നോ? അവന്റെ വർത്താനം കേട്ടാ പറയും, വിചാരിക്കും ഓനാണ് ഒന്നാം സപ്പിലുണ്ടായിരുന്നത്. ഓൻ തിന്നിട്ടില്ല, അവനോട്ട് വിളിച്ചിട്ടില്ല. ചടങ്ങ് ചെറിയ ആളുകൾക്കുള്ള പരിപാടിയായിരുന്നു, ഖവാസിങ്ങൾക്ക് മാത്രമുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. അപ്പോൾ ഇവനോട് അത് കേട്ടിരിക്കണമെന്ന് ചോദിച്ചു. അല്ലെ ഇച്ചി തിന്നോ? അവൻ പറഞ്ഞില്ല, തങ്ങൾ പാപ്പാന്റെ കൂടെ പോയവര് പറഞ്ഞു. തങ്ങൾ പാപ്പി പറഞ്ഞിട്ടില്ല, തങ്ങൾ പാപ്പാന്റെ കൂടെ പോയവര് പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ടാവും. എന്നതുപോലെ നമ്മൾ സ്വർഗം ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അത് കിട്ടാനുള്ള ഒരു യോഗ്യതയും സിഫത്തൊന്നും നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടാൻ പോകുന്ന സ്വർഗം നമ്മൾ വർണ്ണിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ഈ റനക്കിൽ കൂടി, ഏത് റനക്ക്? ഈ കാടി, ഈ ദുനിയാവിന്റെ കാടിയിലാണ് കൂടി നമ്മൾ. ഒരു കവിയുടെ പാട്ടാണ്, ബെയ്ത്താണ്, ചിന്തിക്ക്. അപ്പോൾ സ്വർഗം നജ്അലുഹാ, അത് ഞാൻ ഉണ്ടാക്കി വെച്ചത്. അല്ലാഹു തന്നെ പറയാ, ഉണ്ടാക്കിയവൻ പറയാ നജ്അലുഹാ, അത് ഞാൻ ഉണ്ടാക്കി വെച്ചത് ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്കാണ്, രണ്ട് വിഭാഗത്തിനല്ല, ഒരു വിഭാഗത്തിനാണ്. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ദുനിയാവിൽ ആളാകണമെന്നുള്ള കൊതിയെന്ന് അവർക്കില്ല. അപ്പോൾ സ്വർഗം കിട്ടണമെങ്കിൽ ദുനിയാവിൽ ആളാകുക എന്നുള്ള കൊതി തടിമന്നോട് ഒഴിവാക്കണം. ദുനിയാവിൽ ആളാകുക, ദുനിയാവിൽ ആളാവുക. ചിന്തിക്ക്. അതെങ്ങനെ? അത് ഞാൻ വിശദീകരിക്കണില്ല, വിശദീകരിക്കുന്ന സുഖമില്ലാത്ത കാര്യമാണ്, ഞാൻ വിശദീകരിക്കും. ഇനി ഓരോരുത്തർ ചിന്തിക്കുക, ഞാൻ ആളാവുന്നുണ്ടോ എന്ന്. ദുനിയാവിൽ ആളാകണമെന്ന് ഉദ്ദേശിക്കണമെന്നല്ല. അപ്പോൾ മൂന്ന് വിഭാഗം ആളുകൾ ഉണ്ടാവും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, ദുനിയാവിൽ ആളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ദുനിയാവിൽ ആളാവുകയും ചെയ്തു. രണ്ട്, ദുനിയാവിൽ ആളാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ദുനിയാവിൽ ആളായില്ല. മൂന്ന്, ദുനിയാവിൽ ആളാവാൻ ആഗ്രഹിക്കുന്നുമില്ല, ദുനിയാവിൽ ആളായതുമില്ല. നാല്, ദുനിയാവിൽ ആളാവാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ആളായി. അപ്പൊ നാല് ഭാഗം.
ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗം ഉണ്ടാവും. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗം ആളുകൾ ഉണ്ടാവും. 2 വിഭാഗത്തിന് സ്വർഗമില്ല, 2 വിഭാഗത്തിന് സ്വർഗമുണ്ട്. പ്രത്യക്ഷത്തിന് മുസ്ലിം ആണെങ്കിൽ പോലും അവർക്ക് അള്ള പണിത് വെച്ചിട്ടില്ല. ഇനി ബാക്കി അള്ളാന്റെ കാര്യമാണ്, നമുക്ക് അധികാരമില്ല. 1-ാം പാർട്ടിയിൽ സ്വർഗത്തിൽ കിട്ടുന്ന പാർട്ടിയെ പറ്റി പറയുന്നത്, നീ ജഹന്നമിലൊക്കെ പോയി ഒരുപാട് കാലം കിടക്കുന്ന അവസ്ഥ, അള്ളാഹു അവസ്ഥയത്തോടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ബാക്കിയൊന്നും നമുക്കറിയില്ല, നമുക്കറിയൂല. അള്ളാഹു ആയാലും ഇവിടെ പറഞ്ഞത് ഞാൻ പറയാണ്, ഈ സ്വർഗം എന്ന വീട് അതിനെ നാം പണിത് വെച്ചിട്ടുള്ളത് ലില്ലദീന, അത് നാം കൊടുക്കുന്നത്, അത് നാം ഉണ്ടാക്കിയത് നൽകുന്നത് ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്കാണ്. ലാ യുരീദൂന, അവർ ഉദ്ദേശിക്കുന്നില്ല ഉലുവൻ, ഒരു മേൽമത്തരത്തെ, ഫിൽ അർളി, ഭൂമിയില്. അപ്പോൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗം ആളുകൾ ഉണ്ടായി. 1, ദുനിയാവിൽ മേൽമത്തരത്തെ കൊതിക്കുന്നു, ദുനിയാവിൽ ആളാകാൻ കൊതിക്കുന്നു, ആളായി, അവർ സ്വർഗം അന്യരായ ആളുകളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 2, ദുനിയാവിൽ ആളാകണമെന്ന് കൊതിക്കുന്നു, എന്നാൽ ആളായില്ല, അവർക്കും സ്വർഗന്യവും. എന്തുകൊണ്ട്? കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആഗ്രഹിച്ചല്ലോ. ലാ യുരീദൂനാണ്, കിട്ടിയോ കിട്ടിയില്ലെന്നില്ല, ലാ യുരീദൂന, അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പൊ ആദ്യത്തെ 2 വിഭാഗം സ്വർഗം അന്യമായ വിഭാഗമായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി പിന്നെ 2 വിഭാഗം. ഏതാ 2 വിഭാഗം? ദുനിയാവിൽ ആളാകണമെന്ന ആഗ്രഹം അവർക്ക് ഇല്ല, പക്ഷെ ദുനിയാവിൽ അവർ ആളായി, അവർക്ക് സ്വർഗം നഷ്ടപ്പെടില്ല. എന്തുകൊണ്ട്? അവരെ കൊണ്ട് ഈ ലോകത്തിന് നേട്ടങ്ങളുണ്ട്, അതുകൊണ്ട് അവരെ ദുനിയാവിൽ അല്ലാഹു ആളാക്കി. സയ്യിദ് സുലൈമാൻ, ഉറക്കപ്രമാനായ സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാം, കോഴിക്കോട്ടെ വലിയ അരിക്കച്ചവടക്കാരൻ മുതലാളിയായിരുന്ന സയ്യിദ് റഹ്മത്ത് റഹ്മാൻ ബാഫക്ക് തങ്ങൾ ആളായി, പക്ഷെ ആളാകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം ആളാകലല്ല, ഉദ്ദേശിക്കലാണ്. ഉദ്ദേശം ചിലപ്പോൾ ആകും, ചിലപ്പോൾ ആകൂല. 2 വിഭാഗത്തിനും സ്വർഗന്യവും. എന്തുകൊണ്ട്? ഒന്ന് ആയിട്ടില്ലെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള കടിവലികളെല്ലാം നടത്തി, പക്ഷേ ആയില്ല. ചിന്തിക്കണം. സ്ഥാനാർത്ഥി എക്സാമ്പിൾ പെട്ടിയിലൊക്കെ ആക്കി വെച്ചിരിക്കണല്ലോ. 2 തരം സ്ഥാനാർത്ഥികളുണ്ട്. ഒന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചിട്ട് MLA ആയിട്ട് വേണം കുടുംബത്തിന് കടമൊക്കെ ഒന്ന് വീട്ടിയിട്ട് നാട്ടിലുള്ള മുതലൊക്കെ വാങ്ങിക്കൂട്ടാൻ എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടാകാം. വിചാരിച്ചു, അയാൾ വിചാരിച്ചു, പക്ഷെ തോറ്റു. പക്ഷെ 1-ാമത്തെ ലിസ്റ്റിൽ പൊട്ടിപ്പോയി. എന്തുകൊണ്ട്? വിചാരിച്ചതിന് കഴിഞ്ഞു. ഒരാൾ നടന്നു, അയാൾ അഴിമതി നടത്തി, ഭാര്യക്കുട്ടി. ഒരാൾ അഴിമതി നടത്തണം വിചാരിച്ചു, പക്ഷേ തെരഞ്ഞെടുപ്പിൽ പൊട്ടി. 2ഉം ഒരുപോലെയാണ്. 2 വിചാരിച്ചു. 3-മത്തരോ? ഇനി 3-മത്തെ ഒരാള് നാട് നന്നാക്കണമെന്ന് വിചാരിച്ചിട്ട് സ്ഥാനാർത്ഥി ആയി, പക്ഷെ തോറ്റു. അയാൾക്ക് കൂലിട്ടും. എന്തുകൊണ്ട്? അയാൾ മേൽമത്തരം ആഗ്രഹിച്ചിട്ടില്ല. 2 നാടന്നാകാൻ വേണ്ടി അല്ലാഹു തആല അയാൾക്ക് ഇങ്ങോട്ട് കൊടുത്തു. നാട്ടുകാരെല്ലാവരും കൂടി വലിച്ചുട്ടി അയാളെ ഇറക്കി. പിന്നെ അള്ളാഹ് വലിച്ചു കൊടുത്തു. പിന്നെ അയാൾ മാന്യമായി ഭരണം നടത്തി, അയാളും ജയിക്കും. അപ്പോൾ ഇവിടെ ഇറാദത്താണ് പ്രശ്നം. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബ, സ്വർഗ്ഗം കൊണ്ട് അവസാനം വിജയിക്കുക ലിൽ മുത്തഖീന, ദുനിയാവിനെ ദുനിയാവായും ആഖിറത്തെ ആഖിറമായും സൂക്ഷിച്ചവരാണ്, അവരെ വിജയിക്കുള്ളൂ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ആയത്തിനെ ശൈഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്ന വ്യാഖ്യാനം കേൾക്കാം. നിന്റെ വകയല്ല, വലിയ വലിയ കേമന്മാരെ മാത്രമേ ഞാൻ ഇറക്കുന്നുള്ളൂ. ഇബ്നു അറബി തങ്ങളൊക്കെ അറിയില്ല എന്നൊരു സുന്നിക്ക് പറയാൻ പറ്റൂല. ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ മുഹൈദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ അറിയില്ല ഒരു സുന്നിക്ക് പറയാൻ കഴിയില്ല, അല്ലാത്തൊരു പറയാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും അറിയുന്ന ആളാണ് മഹാനായ ശൈഖുൽ അക്ബർ മുഹൈദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ റഹ്മത്തുൻ മിനർ റഹ്മാൻ എന്ന അവരുടെ തഫ്സീറാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ആയത്തിന് എന്താണ് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം ഒന്ന് നോക്കാം. സ്വർഗം കൊടിക്കുന്നവർക്ക് അവരുടെ ഉപദേശം എന്ത്? അത് ഇതിലുണ്ട്. സ്വർഗം വേണ്ടവരെ ഇതിലുണ്ട്. ആരുടെ ഉപദേശം? മഹാനായ മുഹൈദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം. അവരാരാന്ന് പറയേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ മുഹൈദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹുവിന്റെ റഹ്മത്തുൻ മിനർ റഹ്മാൻ എന്ന തഫ്സീറാണ് എൻ്റെ കൈവശം ഉള്ളത്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ
എനിക്ക് കിതാബ് വാങ്ങി തന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുകയും അവരുടെ സദഖകളെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ. ഇനിയും ധാരാളം കിതാബിൻ്റെ ആവശ്യവും ഉണ്ട് എന്നും സാന്ദർഭികമായി അറിയിക്കുകയാണ്. വിഷയങ്ങൾ പഠിച്ചു പറയണമെങ്കിൽ കിതാബുകൾ ആവശ്യമാവും. ധാരാളം ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവരുമായ സഹോദരങ്ങൾ ധാരാളം ആളുകൾ കിതാബ് ശേഖരിച്ചെന്നിട്ടുണ്ട്. ഒരു 3-3.25 ലക്ഷത്തിന്റെ കിതാബ് ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ 1.5 മാസത്തിനുള്ളിൽ പല ആളുകളും സംഘടിപ്പിച്ചെന്നിട്ടുണ്ട്. ഇനിയും അത്യാവശ്യമുണ്ട് താനും. കിതാബ് വന്നാലേ ഈ കിതാബ് നോക്കി വളരെ ഒരിബായ കിതാബാ. മഹാനായ ശൈഖുൽ അക്ബർ മുഹയ്യിദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു ഇവരെന്താണ് സ്വർഗത്തിനെ കൊതിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്ത്, ആർക്കാണ് സ്വർഗം എന്നതിന് ഈ ആയത്തിന്റെ എക്സ്പ്ലനേഷൻ പറയുന്ന ആരാ പറയുന്നത്? മുഹയ്യിദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു. ഞാൻ അതിന്റെ മേലെ പറയാനില്ലല്ലോ. ശൈഖുൽ അക്ബർ പറഞ്ഞ പിന്നെ അതിന്റെ മേലെ എന്ത് പറയാൻ? ഇതാരുടെ കിതാബാ? ശൈഖുൽ അക്ബർ മുഹയ്യിദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് ഞാൻ വായിക്കുന്നത്. സ്വർഗം ഞാൻ വെച്ചിട്ടുള്ളത്, സ്വർഗം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഞാനത് നംലിക്കുഹാ മുൽക്കൻ, അത് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാ? ലാ യുരീദൂന, സ്വർഗം അല്ലാഹു തആല കൊടുക്ക. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ സവാഉൻ ഹസല ലഹും ദാലികൽ മുറാദു അം ലം യഹ്സുൽ ഫഖദ് അറാദു ലഹു വഹസല ഫീ നുഫൂസിഹിം. ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനം, ചില ആളുകൾ ദുനിയാവിൽ മേലെയാകാൻ ആഗ്രഹിക്കും, പക്ഷെ ദുനിയാവ് അവർക്ക് കിട്ടൂലെങ്കിലും അവർ സ്വർഗത്തിൽ പൊട്ടിപ്പോവും. എന്തുകൊണ്ട്? അവർ ദുനിയാവിൻ്റെ പളപളപ്പ് അവർ കൊതിച്ചു, കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. എന്നാൽ മനസ്സിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ ഈ വാക്കുകൊണ്ട് അവർ പുറത്താണ്. എന്തുകൊണ്ട്? ലാ യുരീദൂന, ദുനിയാവിന്റെ കേമത്വം, ഇവനേക്കാൾ ഞാൻ വലിയ ആളാകണം, ഇവനേക്കാൾ ഞാൻ വലിയ ആളാകണം എന്ന് മുഅ്മിനീങ്ങളായ സ്വർഗവാസികൾക്ക് ദുനിയാവിൽ വിചാരം ഉണ്ടാവില്ല. ഉണ്ടാകും. എത്ര എന്താ ഉണ്ടാവുക? ആ ഇരിക്കണം മൂസക്കുട്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ റക്അത്ത് എനിക്ക് നിസ്കരിക്കണം, എന്നിട്ട് അവനേക്കാൾ വലിയ സ്വർഗം എനിക്ക് വാങ്ങണം എന്നാഗ്രഹിക്കാം. പിന്നെയോ അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്ത് അപ്പോൾ അള്ളാഹിന്റെ മാർഗത്തിൽ അതിനേക്കാൾ വലിയ സ്വതക്ക എനിക്ക് കൊടുക്കാം. അള്ളാഹിന്റെ മാർഗത്തിൽ, അല്ലാതെ എന്തല്ല സ്വതക്കല്ല, 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 സ്വതക്ക കൊടുക്കലല്ല, മാർഗത്തിൽ കൊടുക്കുക. ഇതുപോലെ ഒരു വിഷയം പറഞ്ഞു. വിഷയം പറഞ്ഞപ്പോൾ മൂസക്കുട്ടി 50,000 കൊടുത്തു. ഞാനോ എൻ്റെ കയ്യിലില്ല. ഞാൻ വീട്ടിൽ പോയി കരഞ്ഞു, റബ്ബേ ഞാൻ കൊടുത്തതോ 1000 രൂപ. അങ്ങോട്ട് കരഞ്ഞു, പഠിച്ചോനെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, മൂസക്കുട്ടിയുടെ മുതലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൊടുക്കായിരുന്നല്ലോ എന്ന് കരഞ്ഞു. അപ്പൊ എന്റെ അവിടെ ഞാൻ മൂസക്കുട്ടിയോട് വെക്കാൻ ആഗ്രഹിച്ചത് എന്റെ 50,000 രൂപയുടെ ലാഭം പരലോകത്തിലേക്ക് നഷ്ടപ്പെടുമല്ലോ, ഇതാണ് ബേജാറ്. അല്ലാതെ എന്തല്ല, ആയിരിക്കുന്ന ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? അതല്ല. പള്ളിയിലെ ഇമാമിന് ക്യാൻസറായി, പള്ളിയിലെ ഇമാമിന് ക്യാൻസറായി. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നാട്ടിലെ ആളുകളെ വിളിച്ചു കൂട്ടി, ഉസ്താദിന് ക്യാൻസറല്ല, ഒരു അപൂർവ രോഗം. അങ്ങനെ വിദേശത്ത് നിന്ന് മരുന്ന് ഇറക്കുമതി ചെയ്തിട്ട് വേണം ഉസ്താദിനെ ചികിത്സിക്കാൻ എന്ന് കോളേജിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു. നമ്മളെ നാട്ടിൽ ആ മരുന്ന് കിട്ടൂല, വിദേശത്ത് കിട്ടും. അതിന് വലിയ പൈസ വേണം, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വേണം, വലിയ മാസത്തിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചെലവ് വരും. ഒരു 6 മാസത്തെ മരുന്നെങ്കിലും നമ്മൾ വാങ്ങണം. അതുകൊണ്ട് നാട്ടിലെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി, ചെറുപ്പക്കാരൻ, ആവറേജ് തൊഴിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പോ എന്ത് ചെയ്ത് അവൻ വേഗം എന്ത് പറഞ്ഞേ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദിന്റെ മരുന്ന് വാങ്ങാൻ എന്റെ വക 50,000 രൂപയാവും. അപ്പൊ തൊട്ടടുത്ത് ബെഞ്ചിലിരിക്കുന്നുണ്ട് എളാപ്പ. ഇതിനേക്കാൾ മുതലുണ്ട് എളാപ്പക്ക്. എളാപ്പ അവിടെ കുടുങ്ങി. എളാപ്പ നന്ദി എഴുതിക്കോറും 2-3 വട്ടം ചോദിച്ചപ്പോൾ പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു 50,000. അങ്ങനെ 50,000 എളാപ്പൻ്റെ എഴുതി. പരിപാടി കഴിഞ്ഞു. പെരീ ചെന്നപ്പോൾ നേരണ്ട് ചെറുപ്പക്കാരൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എളാപ്പ സിറ്റ് ഔട്ടില്ല. മനുഷ്യനാണ് കൊടുത്തത്. മനുഷ്യനെ ഇറങ്ങാറാക്കണം. എന്തിനാണ് മനുഷ്യനെ കുതിരക്കാം? 50,000 പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരും കൊടുക്കണ്ടേ? മനുഷ്യനെ കൊടുത്താൽ എനിക്കാവില്ല. അങ്ങനെയും പറയും. അവരാ പറഞ്ഞത് എന്ത്? ഇതിവിടെ പറയലല്ല, കൊടുക്കലല്ല. അവൻ 50,000 കൊടുത്തപ്പോൾ ഞാൻ 50,000 കൊടുക്കാൻ കഴിയാത്തിന് കരഞ്ഞത് എന്തിന്? എനിക്ക് 49,000 ദർജ പരലോകത്ത് നഷ്ടപ്പെടുമല്ലോ, അതാണ് എന്റെ വേദന. അങ്ങനെ വേദനിച്ചാൽ, വേദനിച്ചു എന്നല്ല, വേദനിച്ചാൽ ഞാൻ സ്വർഗാവകാശിയാവും. അള്ളാഹു അതാണ് പറഞ്ഞതിനർത്ഥം. ആ മൂസക്കുട്ടി സ്വർഗാവകാശിയാവും, അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ എന്തല്ല, ആളാകാൻ വേണ്ടി പറയും, ആളാകാൻ വേണ്ടി ചെയ്യും. അവര് ലക്ഷ്യം ആളാകലാണ്.
പ്രത്യക്ഷ പണി നല്ലത്, പക്ഷേ ലക്ഷ്യം ആളാകൽ അവർക്ക് സ്വർഗം ഈ വിഷയത്തിൽ അന്യമാണ്. എന്തുകൊണ്ട്? ഇങ്ങോട്ട് നോക്കി, ഇനി നോക്ക്, ഇനി വ്യാഖ്യാനം നോക്കൂ. ഭൂമി അള്ളാഹു അതിനെ ഉണ്ടാക്കിയത് ഏറ്റവും നിന്ദ്യമായ വിധത്തിലാണ്. ആ ഭൂമിയിൽ ഉണ്ടാക്കിയ മനുഷ്യനല്ലേ അടിമ, അവൻ ഏറ്റവും നിന്ദ്യനായിട്ടാണ് ജീവിക്കേണ്ടത്, ഏറ്റവും നിസ്സാരൻ. അള്ളാഹു നിസ്സാര വസ്തുവായിട്ടാണ് ഭൂമിയെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഭൂമിയിൽ നിന്നുണ്ടാക്കിയ മനുഷ്യനും അടിമയും ആരായി ജീവിക്കണം? നിസ്സാരൻ. മേലെയാകാൻ കൊതിക്കരുത്. മേൽപത്തരം അള്ളാഹുന്റെ സിഫത്താണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വർഗം കൊടുക്കണം, കിട്ടണം, നിസ്സാരനായി ജീവിക്കാൻ തയ്യാറാകണം. അതായത് മനസ്സിൽ ഞാൻ നിസ്സാരനാണ് എന്ന ബോധം ഉണ്ടാവണം. ഭരണാധികാരിയാകാം, പണ്ഡിതനാകാം, ആരുമാകാം, മനസ്സിൽ ഞാൻ സാധുവാണ്, ഞാൻ നിസ്സാരനാണ്, ഞാൻ മേലെ അല്ല എന്ന ബോധം ഉണ്ടാവണം. മേൽമത്തരത്തെ തേടാൻ പാടില്ലല്ലോ. ശൈഖുൽ അക്ബർ പറയാണ്, സ്വർഗത്തിന് നീ അവകാശിയാണെങ്കിൽ ആകണമെങ്കിൽ അള്ളാഹു ഇവിടെ പറഞ്ഞ എന്താ? ഒന്നാമതായി ഞാനാണ് വലിയ ആള് എന്ന മനസ്സിൽ എടുത്തു കളയണം. ആ നിസ്സാരനാണ് എന്ന് ബോധം ഉണ്ടാവണം. ഒഴിവുള്ളവരുടെ കയ്യിൽ ഫസാദ് ഉണ്ടാവും. എന്തുകൊണ്ട്? ചില ആളുകളുണ്ട്, അവരെ കമ്മിറ്റിയെ കൂട്ടിയിട്ടില്ലെങ്കിൽ ആ കമ്മിറ്റി അവർ പൊളിച്ചിടും. അവരെ കമ്മിറ്റി മാറ്റാൻ ശ്രമിച്ചാലും അവര് അതിന് കുഴപ്പമുണ്ടാക്കും. എന്തുകൊണ്ട്? അവർക്ക് കമ്മിറ്റി ആകാതിരിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, അവർ കമ്മിറ്റി ആയിട്ടില്ലെങ്കിൽ, ചില ആളുകളെ കമ്മിറ്റി കൂട്ടിയിട്ടില്ലെങ്കിൽ ആ കമ്മിറ്റി അവർ പൊളിക്കും. അതാണ് ഉലൂവ് പറഞ്ഞ ഉടനെ ഫസാദ് പറഞ്ഞു. ഉലൂവ് ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഫസാദ് ഉണ്ടാവും. ഉലൂവുണ്ടോ? ഫസാദ്. ഞാൻ മേൽമത്തരം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഫസാദ് ഉണ്ടാവും, ഉറപ്പ്. അതാണ് ഉലൂവും ഫസാദും തമ്മിലുള്ള ബന്ധം. ഭൂമി അല്ലാഹു തആല ജഅലഹാ. ശൈഖുൽ അക്ബറിന്റെ വ്യാഖ്യാനം ഇബ്നുൽ അറബി റളിയല്ലാഹുവിന്റെ വ്യാഖ്യാനം പറയാ, അല്ലാഹു ഭൂമിയെ പടച്ചത് ദലൂലൻ, നിസ്സാരമായ വസ്തുവായിട്ടാണല്ലോ. വൽ അബ്ദു, അടിമ, ഹുവ ദലീലു, അവനും നിസ്സാരനാണ്. വദില്ലത്തും, നിസ്സാരത്വം, ലാ തഖ്തദിൽ ഉലുവ, മേൽമത്തരത്തെ തേടാനോ കൊതിക്കാനോ പാടില്ല ദുനിയാവില്. ദുനിയാവന്നെ. ഫമൻ ജാവസഹു, അവന് നിശ്ചയിച്ച ഖദർ ആര് വിട്ടുകടന്നാലും ഹലക, അവൻ നശിക്കും. എന്താ ഖദർ? എന്താ? നിസ്സാരത്വം. അവന്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കേണ്ടത് നിസ്സാരത്വമാണ്. ഞാൻ നിസ്സാരനാണ്. പരലോകത്ത് നേടണം, ദുനിയാവ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദുനിയാവ് കിട്ടിയാലും മടില്ല, കിട്ടിയില്ലാലും മടില്ല. അതിന്റെ അർത്ഥം അധ്വാനിക്കേണ്ടെന്നല്ല, അതിന്റെ അർത്ഥം കച്ചവടം ചെയ്യേണ്ടെന്നല്ല. കച്ചവടം ചെയ്തെന്തിനാ? പരലോകത്തിന് വേണ്ടി. കൃഷി ഇറക്കിയെന്തിനാ? പരലോകത്തിന് വേണ്ടി. മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുത്തു, അവർ ഹറാമിലെത്താൻ പാടില്ല. അല്ലാതെ മറ്റവനോട് കേമനാകൽ എന്റെ ലക്ഷ്യമല്ല എന്നും വിചാരിക്കണം, പ്രവർത്തിക്കണം. അബ്ദിന് പറ്റുകയില്ല അവൻ വിശേഷണം സിദ്ധിക്കാൻ, തന്റെ ഉടമക്കാരന്റെ സിഫത്ത് അണിയാൻ അടിമ പാടില്ല. അപ്പോൾ സ്വർഗത്തിലെത്തണമെങ്കിൽ പടച്ചോന്റെ സിഫത്ത് ഒഴിവാക്കണം. ഏതാ പടച്ചോന്റെ സിഫത്ത്? ഉലുവിയത്ത്, മേൽമാത്രം അള്ളാന്റെ സിഫത്താണ്. ആ സിഫത്തിനെ നമ്മൾ ആഗ്രഹിച്ച് നടന്നാൽ നമുക്ക് അവന്റെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. നിസ്സാരന്മാരായ അടിമകൾ എത്തുന്ന സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിൽ കൂടുതലും ഉണ്ടാകുന്നത് ഫുഖറാക്കളും മിസ്കിന്മാരുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്ന് നോക്കിയെന്ന് മുഹമ്മദ് മുസ്തഫ. കൂടുതലും ആളുകൾ അവിടെ കയറിപ്പോകുന്നതായി ഞാൻ കണ്ടത് മിസ്കിന്മാരെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. രാജാക്കന്മാരെ അല്ല, പ്രഭുക്കളെ അല്ല, ഭരണാധികാരികളെയും അല്ല. കൂടുതലും ആളുകൾ സ്വർഗത്തിൽ കയറുന്നതായി ഞാൻ കണ്ടത് മിസ്കിന്മാരെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ മിസ്കിന്മാരിൽ നമ്മളെയും ഉൾപ്പെടുത്തി തരട്ടെ. അത് ധനാഢ്യനാണെങ്കിലും മനസ്സിൽ മിസ്കിനാകാം, ധനാഢ്യനാണെങ്കിലും മനസ്സിൽ മിസ്കിനാകാം. മനസ്സിൽ മിസ്കീനാണ് സയ്യിദ് സുലൈമാൻ, സയ്യിദ് ദാവൂദ്. ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദൈഹി, അന്നന്ന് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടല്ലാതെ തന്റെ ഉപജീവനം നടത്തുമായിരുന്നില്ല ലോകം കണ്ട ധനാഢ്യനായ സയ്യിദ്ന ദാവൂദ് അലൈഹിസ്സലാം. അപ്പോൾ വലിയ ധനാഢ്യന, പക്ഷേ ഫലത്തിൽ മിസ്കീന സയ്യിദ്ന ദാവൂദ്. അപ്പോൾ ചിന്തിക്കണം. فليس للعبد أن يتصف بأوصاف سيده لا في حضرته ولا عند إخوانه من العبيد.
ഒരാളും അള്ളാഹുവിന്റെ ഹദ്റത്തിൽ വെച്ചോ അവന്റെ മറ്റുള്ളവരുടെ അടുക്കലോ ഒരിക്കലും അള്ളാഹുവിന്റെ അടിമകളുടെ സാന്നിധ്യത്തിലോ ഒരിക്കലും ഒരാള് മേൽമത്തരത്തെ നടിക്കാൻ പാടില്ല. റബ്ബ് തന്നെ അറ്റമില്ലാതെ, അടിമ തന്നെ അറ്റമില്ലാതെ, അടിമയില്ല അറ്റല്ലാതെ നിസ്സാരനാണ്, ഉടമ അറ്റമില്ലാതെ ഉന്നതനുമാണ്. അപ്പോൾ ഉന്നതനായി നടിക്കാനോ അതിനെ കൊതിക്കാനോ, അതിൽ ദുനിയാവിന്റെ പളപ്പളപ്പ്, ദുനിയാവിന്റെ കടല് ഇവിടെ പൗർമ ത്രസ്സല്ല ആഗ്രഹിക്കേണ്ടത്. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് നീ ചിന്തിക്കണം. വലിയ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ആളാകുന്നതിന് പകരം നീ നിന്റെ കർമ്മത്തിൽ ഒതുങ്ങണം. നിന്നാൽ കഴിയുന്ന നന്മ ചെയ്യണം. ഈ അള്ളാഹു നിന്റെ വാക്കിനെ ഉയർത്തിയാൽ തന്നെ ഉയർത്തിയത് അള്ളാഹു ആണ് എന്ന ബോധം നിനക്കുണ്ടാവണം. നിന്നെ അള്ളാഹ് മണ്ണല്ലേ, മനുഷ്യൻ മണ്ണാ. ശ്രദ്ധിക്കണേ, മനുഷ്യൻ മണ്ണ്. മണ്ണിന് മരക്കൊമ്പത്ത് വെച്ചാൽ അവിടെ ഇരിക്കും, താഴെ വെച്ചാൽ അവിടെ ഇരിക്കും. ഒറ്റക്കുയരൂ ഇല്ല. മണ്ണല്ലേ മനുഷ്യൻ മണ്ണല്ലേ. മണ്ണിനെ കൊണ്ട് തട്ടുമുറത്ത് വെച്ചാൽ അവിടെ ഇരിക്കും, താഴെക്കിയാൽ അവിടെ ഇരിക്കും. മരക്കൊമ്പത്ത് വെച്ചാൽ അവിടെ ഇരിക്കും, താഴെക്കിയാൽ അവിടെ ഇരിക്കും. അപ്പോഴോ സ്വയം മേലെയാകൽ മണ്ണിന്റെ സിഫത്തല്ല, വെച്ചെടുത്തിരിക്കും. മേലെ ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹ് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെക്കൊക്കാനും അള്ളാഹ്ക്ക് കഴിയും എന്ന് നീ ചിന്തിക്കണം. അതുകൊണ്ട് ചിന്തിക്ക്, അവനേക്കാൾ എനിക്ക് പളപളപ്പ് കാണിക്കണം, അവനേക്കാൾ ചിന്തിക്ക്. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. സ്വാഭാവികമായി നീ വലിയതായി ഒരു കുഴപ്പമില്ല. പുതുപെണ്ണല്ല, കാണാൻ പോകുന്ന പെൺകുട്ടി. ചെക്കങ്ങ് പോയി പെണ്ണിനെ കണ്ടു, പറ്റി. ചെക്കൻ പോയി പെണ്ണിനെ കണ്ടു, പറ്റി. ഇനി ബാക്കിയുള്ളവരും ആ കുട്ടി എല്ലാവരും കൂടി മുട്ടായി കൊടുക്കൽ എന്നൊരു ചടങ്ങുണ്ട്. ഇന്ന് മിഠായി കൊടുക്കൽ എന്ന ചടങ്ങിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നവരുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും സാധുക്കളായ പെൺകുട്ടികളുണ്ട്. അതവരെ ചിന്തയിൽ ഇല്ല. ലക്ഷക്കണക്കിന് 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം 10 ലക്ഷത്തിന് മിഠായി കൊടുക്കുന്നവർ, മിഠായി ഘോഷയാത്ര. ഇതൊക്കെ ചിന്തിക്കണം. എന്റെ ഉദ്ദേശം അത് ആ മുതലാളി ചെയ്താൽ നാട്ടിലെ മറ്റേ മുതലാളിയും അങ്ങനെ ചെയ്യാം. എന്തുകൊണ്ട്? ആരെങ്കിലും അങ്ങനെ ആവുകയാണെങ്കിൽ സാരല്ല നിൽക്കാം. ഇതൊരു വേദഗ്രന്ഥം കൈവശം വെച്ച് ലോകം കൊണ്ടൊരു നേതാവിന്റെ അനുയായികൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എത്ര ലാഭത്തായിരിക്കും എന്നൊന്ന് ആലോചിക്കുക. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, നീ എന്താവണം? നീ മണ്ണാണ്. നിന്റെ വചനത്തെ അല്ലാഹു മേലെയാക്കിയാൽ അല്ലാതെ നിന്നെ ഉയർത്തിയിട്ടില്ല, നിനക്ക് സ്വയം ഉയരാൻ കഴിയുകയില്ല. സൃഷ്ടികളുടെ ഹൃദയത്തിൽ നിന്നെപ്പറ്റി വലിയൊരു സ്ഥാനം അല്ലാഹു തന്നാൽ അത് അല്ലാഹുലേക്ക് മടങ്ങും എന്ന് നീ ആലോചിക്കണം. എന്തുകൊണ്ട്? സൃഷ്ടികളെ മനസ്സിൽ സ്ഥാനം നേടാൻ നിനക്ക് കഴിയില്ല. ആര് വെച്ചേരണം? അള്ളാഹ് വെച്ചേരണം. അപ്പോൾ ജനങ്ങളെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ അത് അള്ളാഹു തന്നതാണ്, അത് അള്ളാഹുവിന് വേണ്ടിയാണ്, അത് എൻ്റെ കഴിവല്ല, എനിക്കിതിൽ ഒന്നുമില്ല, ഞാനിതിൽ നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് നീ മനസ്സിലാക്കണം. ആരാണെങ്കിലും, ആരും ധനാഢ്യനും അധികാരിയും ആരും ചിന്തിക്ക്. ഈ ആയത്തിന്റെ തഫ്സീറാണിത്. വളരെ ചിന്തിക്കണം. നിന്റെ വാക്കിനെ നാട്ടിൽ ഒരു മേൽമത്തരം അല്ലാഹു തആല നിന്റെ വാക്കിന് കൽപ്പിച്ചാൽ അല്ലാഹയാണ് ആ സ്ഥാനം തന്നത് എന്ന് നീ ചിന്തിക്കണം. ജനങ്ങളുടെ നിനക്കൊരു സ്ഥാനമുണ്ടായാൽ അത് നീ നേടിയതല്ല, അല്ലാഹു തന്നതാണെന്ന് ചിന്തിക്കണം. എന്നിട്ട് അല്ലാഹുക്ക് വേണ്ടി അടിമകളുടെ ഉപകാരത്തിന് വേണ്ടി അല്ലാഹുവിനെ തിരിച്ചു കൊടുക്കണം. വല്ലദീ യുൽസിമുക, നീ നിർബന്ധമായും കൊണ്ടു നടക്കണം വിനയത്തെ, നിസാരനാണെന്ന ബോധത്തെ, നീ എല്ലാം മേലെയായവനല്ല, എല്ലാം താഴെയായവനാണ് എന്ന ചിന്തയിൽ നീ ആകണം. നീ തകർന്നവനാണ്, ഇല്ലാത്തവനാണ് എന്ന ചിന്ത നിനക്കുണ്ടാവണം എന്ന്
ഖാറൂന ചിന്ത ഉണ്ടാകരുത്. അള്ളാഹ് നിന്നെ ഭൂമിയിലാണ് ഉണ്ടാക്കിയത്. നീ ഭൂമിയേക്കാൾ മേലെയാകരുത്. മണ്ണ് നിന്റെ ഉമ്മയാണ്. മണ്ണിന്റെ സ്വഭാവം താഴെയാകലാണ്. അതുകൊണ്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ താഴെയാവണമെന്ന ചിന്തയും കൊണ്ട് നടക്കണം. ചിന്തിക്കണം, ഇതൊക്കെ ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിക്കിതാണ് ചിന്തിക്കേണ്ടത്. ചിന്തിക്കും. നമ്മൾ 10 ആളുകളുള്ള ഒരു കമ്മിറ്റി, പെട്ടെന്ന് ഒരു ദിവസം വിവരം കിട്ടി, പ്രസിഡന്റ് മരിച്ചു എന്ന് കേട്ടാൽ ഒരു ശ്വാസത്തിൽ മരിച്ചല്ലോ നമ്മൾ ആലോചിക്കുന്നതോടുകൂടെ അടുത്ത സെക്കൻഡിൽ നമ്മൾ ആലോചിക്കും, അടുത്ത ജനറൽ ബോഡിയിൽ മിക്കവാറും ഒരാഴ്ചനുള്ളിൽ ജനറൽ ബോഡി നടന്നാൽ ഞാനായിരിക്കും മിക്കവാറും അടുത്ത പ്രസിഡന്റ്. എന്നിട്ട് പിന്നെ നമ്മൾ അതിനനുസരിച്ച് കളിക്കും. നമ്മൾ മനസ്സിൽ വരിക പിന്നെ അടുത്ത പ്രസിഡന്റ് ഞാനല്ലാതെ നീ ആരാകാൻ അടുത്ത പ്രസിഡന്റ്? ഇങ്ങനെ ഇനി ചിന്തിച്ചോ. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, മഹാന്മാര് പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞു എന്ന് മാത്രം. നിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യ, നിന്റെ ഉമ്മ മണ്ണാണ്. മണ്ണ് വെച്ചോടത്തിരിക്കും, മേലെ പോവില്ല. തട്ടുപുറത്ത് വെച്ചാൽ അവിടെ ഇരിക്കും, താഴ്ച അവിടെ ഇരിക്കും. അതുകൊണ്ട് നിന്റെ ഉമ്മ മണ്ണാണ്. ഈ മണ്ണിന്റെ ബോധത്തിലാക്കണം. ഈ മണ്ണിന് മേലെ ആവുന്ന സ്വഭാവമില്ല. മണ്ണിന് ഒരാൾ മേലെ വെച്ചാൽ മേലെ ഇരിക്കും, താഴ്ച തായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു നിന്നെ മേലെ വെച്ച നീ മേലെയാവും, നീ താഴ്ച താഴെയാവും. അതുകൊണ്ട് നീ നേടിയതാണെന്ന് നീ വിചാരിക്കരുത്. നിന്റെ നേട്ടമല്ല, നിനക്ക് പടച്ചോൻ തന്നതാണ്. അത് പടച്ചോന് തിരിച്ചു കൊടുത്താൽ പടച്ചോൻ സ്വർഗം തരും. അതിനേക്കാൾ വലിയതില്ല. ഇനി ശക്കർത്തും അസീദും. നിങ്ങൾ നന്ദി ചെയ്താൽ കൂട്ടിത്തരും. ഏതാണ് ആ കൂട്ടിയത്? സ്വർഗം. എന്റെ മണ്ണായി നിന്നു, അപ്പോൾ നിനക്ക് സ്വർണത്തിന്റെ സ്വർഗം നൽകി. അവിടെ മണ്ണല്ല, അവിടെ മനോഹരമായ സ്വർഗം ഞാൻ പിന്നീട് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട്? മണ്ണായവൻ, മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവൻ മണ്ണിന്റെ സിഫത്തിൽ ജീവിച്ചു. ഞാൻ സാധുവാണ്, ഞാൻ താഴെയാണ് എന്ന ചിന്ത. താഴെയാണെന്ന് നടിച്ചാൽ പോരാ, ചിലപ്പോൾ താഴെന്ന് നടിക്കും മേലെയാകാൻ വേണ്ടി. അങ്ങനെ ഉണ്ടാവും. ജനങ്ങളുടെ ഇടയിൽ താഴെയാണെന്ന് നടിക്കുക, ലക്ഷ്യം മേലെയാവുക. താഴെയാണെന്ന് നടിക്കുക. നമ്മൾ സാറിനല്ലേ പറയല്ല, നിന്റെ സിഫത്തതായി മാറണം. അതാണ് പറഞ്ഞത്. എന്ന് തന്റെ ഉമ്മയേക്കാൾ ആരെങ്കിലും മേലെയാകാൻ നോക്കിയാൽ അവൻ ഉമ്മാന്റെ എതിരാളിയാണ്. അവൻ ഉമ്മാന്റെ സ്ഥാനത്തെ, ഉമ്മയെ നിസാരപ്പെടുത്തിയവനാണ്. അവന്റെ ഉമ്മാന്റെ ഹക്കിനെ വിലങ്ങിയവനാണ്. ആരാ? ശൈഖുൽ അക്ബർ പറയാ, മനുഷ്യ നിന്റെ ഉമ്മ ആരാ? പച്ച മണ്ണല്ലേ. മണ്ണിന്റെ സ്വഭാവം താഴെയാകലല്ലേ. അതുകൊണ്ട് നീ മേലെയാകൽ നടിക്കരുത്. മേലെയാൽ നടിച്ചാൽ നീ ഉമ്മാനേക്കാളാകാൻ നോക്കി, അതോടുകൂടെ നീ തകർന്നുപോയി. നീ ഉമ്മാന്റെ അപ്പുറത്തേക്ക് പോവേണ്ട. ഉമ്മ മണ്ണല്ലേ, ആ സ്ഥാനം നിനക്ക് ആഗ്രഹിക്കേണ്ടുള്ളൂ. ബാക്കി അള്ളാഹു തന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി തന്നേക്കാം, അള്ളാഹ്ക്ക് വേണ്ടി. സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാഹനെ നീ എപ്പോഴും നിരീക്ഷിക്കണം. അള്ളാഹ് നിനക്ക് നൽകിയതിൽ നീ എപ്പോഴും നിരീക്ഷിക്കണം, നീ എപ്പോഴും ചിന്തിക്കണം, നീ എപ്പോഴും നിരീക്ഷിക്കണം. നീ എപ്പോഴും അള്ളാഹുവിനെ നിരീക്ഷിക്കണം. അള്ളാഹ് എപ്പോഴും നിനക്ക് അള്ളാഹ് എന്ത് തന്നാലും നീ അള്ളാഹുവിനെ നിരീക്ഷിച്ചുകൊണ്ടേ ജീവിക്കണം. അള്ളാഹു നോക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു തആല അതിസ്ഥലത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എപ്പോഴും ആ ചിന്ത നിലയുണ്ടാവണം. അപ്പോൾ സ്വർഗത്തിലെത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്ന് അള്ളാഹു നിനക്ക് എന്ത് തന്നാലും നീ അള്ളാഹുവിനെ നിരീക്ഷിച്ച് ജീവിക്കണം. ഭൂമിയിൽ ഒരു മേൽമത്രം തന്നാൽ, പണം തന്നാൽ, അധികാരം തന്നാൽ, സ്ഥാനമാനം വന്നാൽ, അള്ളാഹ് തന്നിട്ടാണ് നിനക്ക് ഖാദിമീങ്ങൾ ഉണ്ടായത്. അള്ളാഹ് തന്നിട്ടാണ് നിന്റെ വാതിൽക്കൽ ആളുകൾ പൊതിഞ്ഞത് എന്ന് നീ ചിന്തിക്കണം. നിന്റെ വാതിൽക്കൽ ആളുകൾ പൊതിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം അള്ളാഹ് തന്നിട്ടാണ് എന്ന് നീ വിചാരിക്കണം. നിന്റെ ഖജനാവ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ അത് നിന്റേതല്ല, പടച്ചോൻ തന്നതാണ് എന്ന് നീ ചിന്തിക്കണം. പല മുതലാളിമാരുടെയും കയ്യിലുണ്ട്, ചിന്തിക്കുക. പല മുതലാളിമാരുടെയും കയ്യിലുണ്ട്. നാട്ടിൽ സാധുക്കളും ഉണ്ട്.
കൊടുക്കില്ല. പിന്നെയോ അവസാനം ഇൻകം ടാക്സ് വന്നിട്ട് ഇരട്ടി പലിശ വാങ്ങിക്കൊണ്ട്. അപ്പൊ ഒരു വർഷം നാട്ടുകാരെ സാധുക്കൾ കൊടുക്കില്ല. ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ഹൈറായ കാര്യത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ കിഡ്നി പോയി കൊടുക്കില്ല. എത്ര ആള് ദീനിയായ സ്ഥാപനങ്ങള്, ഹൈറായ കാര്യങ്ങള്, മിസ്കിമാരെ കടം തീർക്കല് കഴിയും. പക്ഷേ ചെയ്യൂല. കച്ചവടമുണ്ട്, വലിയ വരുമാനമുണ്ട്, കൊടുക്കൂല. അവസാനം ഇൻകം ടാക്സ് അടക്കാത്തതിന്റെ പേരിൽ പലിശയും പിഴയും ഇരട്ടിയായി കോടിക്കണക്കിന് അങ്ങോട്ട് കൊണ്ടുപോകും സർക്കാർ. അപ്പൊ ഒരു പ്രശ്നമില്ല. സാധുക്കളായ മനുഷ്യന്മാരുണ്ടാവും, നാനാജാതി മതസ്ഥരെ അവിടെ കഷ്ടപ്പെട്ടുണ്ടോ? കൊടുക്കോ? ഇല്ല. ഇത് പടച്ചോൻ എന്റെ ബാബിൽ, നിന്റെ വാതിൽക്കൽ ആളുകൾ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീയല്ല, നിനക്ക് പടച്ചോൻ തന്നതാണ്, പടച്ചോന് വേണ്ടിയുള്ളതാണ് എന്ന് നീ ചിന്തിക്കണം. സ്ഥാനമാണെങ്കിലും പണമാണെങ്കിലും അധികാരമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയായാൽ ഇങ്ങനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹ് സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ സ്വർഗത്തിന്റെ മാനദണ്ഡം കേവലം നിസ്കാരമല്ല, കേവലം നോമ്പല്ല. ചിന്തിക്കണം. നമ്മളിപ്പോ എല്ലാ കുതിരകളെയും നടത്തുക. എന്നിട്ടോ റമളാൻ കഴിഞ്ഞു, നമ്മളെന്തായോ? ഇല്ല. നമ്മളെന്തായോ? ഇല്ല. ഒന്നുമില്ല. എന്തുകൊണ്ട്? നമ്മൾ ഈ നിസ്കാരത്തിനപ്പുറം നന്നാകൽ എന്താ ആലോചിച്ചിട്ടില്ല. ഈ നോമ്പിനപ്പുറം നന്നാകൽ ആലോചിച്ചിട്ടില്ല. നമ്മൾ നാട്ടുകാരെ കളിയാക്കും, മിസ്കിമാരെ പരിഹസിക്കും. കൊടുക്കോ? ഇല്ല. കൊറോണ ആയതുകൊണ്ട് ഒരു നിലക്ക് നമ്മൾ നാട്ടിൽ നിന്ന് പോയില്ല. ഇല്ലെങ്കിൽ റമളാൻ ഒന്നായാൽ ഉംറക്ക് കയറും. കോടിക്കണക്കിന് റുപ്യന്റെ കച്ചവടം ഉണ്ടാവും. നാട്ടിൽ പാവപ്പെട്ട മിസ്കിമാര് പട്ടിണി നടക്കുന്നുണ്ടാവും. കൊടുക്കൂല. ഉംറക്ക് പോകാനോ ഒരു 75,000, 1 ലക്ഷം, 1.5 ലക്ഷം റുപ്യ ചെലവാകും. ഏറെ വന്നാൽ ഷവർമയും റോസ്റ്റൊക്കെ അടക്കം ഒരു 1.5 ലക്ഷം റുപ്യ ചെലവാകും ഉംറക്ക് പോകാൻ, റമളാനിൽ ഉംറക്ക് പോകാൻ. സാധുക്കളായ മനുഷ്യന്മാര് മുതലാളിമാരെ വീടുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. മുതലാളി അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം. എന്നാൽ എത്തിച്ചു കൊടുക്കാത്ത മുതലാളിയെ തേടി സാധുക്കൾ വരും. അപ്പോൾ എന്റെ വീട്ടുകാരത്തി പറയും, മൂപ്പര് ഉംറക്ക് പോയാ, നീ വന്നിട്ട് കണ്ടാളേ, അത് പിടിച്ച് 100 റുപ്യ കൊടുക്കും. എത്രയാ കൊടുക്കാനുള്ളത്? കോടിക്കണക്കായ ഉറുപ്പ്യ സക്കാത്ത് കൊടുക്കാണ്ട്. ഒരു 100 റുപ്യ കിട്ടും. അങ്ങനെ 100 റുപ്യ 100 ആൾക്ക് കൊടുത്താൽ 10,000 റുപ്യവും, 500 ആൾക്ക് കൊടുത്താൽ 50,000 റുപ്യവും. എത്ര കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് സക്കാത്തുണ്ട്. 100 കോടി 150 കോടിയുടെ കച്ചവടം മറ്റൊന്നും മറിച്ചും ഒക്കെ ഉണ്ട്. 50 കോടിയുടെ കച്ചവടം ഉണ്ട്. അതൊക്കെ സാധാരണല്ലേ? പക്ഷേ കൊടുക്കൂല. സാധുവിന് കൊടുക്കില്ല. ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ സാധു വരും, അല്ല ഞാൻ വരിനൊന്നിരുന്നു, എന്നിട്ട് കിട്ടിയില്ലേ 100 റുപ്യ കിട്ടി. അല്ലാതെ നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ളൊക്കെ നിനക്ക് തരാൻ കഴിഞ്ഞല്ലോ, ചെയ്തില്ലേ, അത് അവസാനിച്ചു ചെയ്തു. ഇങ്ങനെ ഏതായാലും അത്തരം മുതലാളിമാരെയൊക്കെ തൽക്കാലം കൊറോണ പറ്റിച്ചു. എന്നാലും അവർ രക്ഷപ്പെടും. എന്നാലും അവരെന്ത് പറയും? പൈസ അല്ല, കൊറോണയല്ലേ. ഇനി എല്ലാം കൂടെ ഇൻകം ടാക്സിന് വന്നിട്ട് റെയ്ഡ് ചെയ്തിട്ട് അങ്ങനെ കോടികളാണ് കൊണ്ടു. അപ്പൊ അവർക്കൊരു വിചാറും ഉണ്ടാവില്ല. നാട്ടുകാർ കൊടുക്കൂല. സാധുക്കളായ മനുഷ്യന്മാർ കൊടുക്കൂല. അവർ സദഖ കൊടുക്കൂല. അവിടുത്തെ അപ്പുറത്തെ വീട്ടിൽ തോമസിന്റെ വീട്ടിൽ കഷ്ടപ്പാടാണ്. ഗോപാലിന്റെ വീട്ടിൽ കുട്ടികൾക്ക് വസ്ത്രത്തിന് കൊല്ലങ്ങൾ 2ആയി. മുഹമ്മദിന്റെ വീട്ടിൽ അപ്പുറത്തെ അബ്ദുറഹ്മാന്റെ വീട്ടിൽ കഷ്ടപ്പാടാണ്. കൊടുക്കൂല. അതൊന്നും കൊടുക്കൂല. അതൊന്നും ചിന്തയിലില്ല. പിന്നെ അവന്റെ മകളെ കല്യാണത്തിന് ബാംഗ്ലൂരിൽ നിന്ന് ഡാൻസിൽ ട്രൂപ്പിനെ കൊണ്ടുവരും. അടിച്ചു വിളിക്കും. എന്നിട്ട് അടിച്ചു വിളിക്കും. ഈ ആയത്തിന് ആരായ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൊടുക്കുന്ന കൂറ്റനാട് അവരുടെ ഫത്ഹുർ റഹ്മാൻ എന്ന തഫ്സീറിൽ നിന്ന് ഞാൻ വായിക്കാം. കാറൂം മുതലാളി സാധുക്കൾക്ക് കൊടുക്കാതെ എഴുന്നള്ളത്ത് നടത്തിയെന്ന കഥ പറഞ്ഞുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ സമസ്തയുടെ സെക്രട്ടറിയായി ജീവിച്ച് മരണപ്പെട്ടു പോയ ഈ ഉമ്മത്ത് കണ്ട മഹാൻ പണ്ഡിതന്മാരിൽ ഒരാളും വലിയ മുഫസ്സിറുൽ ഖുർആനും ആയിരുന്ന മഹാനായ ഉസ്താദ് കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കാറൂം മുതലാളിയുടെ എഴുന്നള്ളത്ത് വിഷയത്തിൽ നടത്തിയ വ്യാഖ്യാനം ഞാൻ വായിക്കാം. ഒരു ദിവസം കാറൂൺ സംഘടിപ്പിച്ച എഴുന്നള്ളത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഈ ആയത്ത് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട വ്യാഖ്യാനം പറയാണ്. ഒരു ദിവസം കാറൂൺ സംഘടിപ്പിച്ച എഴുന്നള്ളത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മഹാരാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ ഒരു പ്രകടനം എന്ന നിലക്ക് പണ്ടേ എഴുന്നള്ളത്തുകൾ നടത്താറുണ്ട്. മഹാരാജാക്കന്മാരും ചക്രവർത്തിമാരും എല്ലാം ഒരു പ്രകടനം എന്ന നിലക്ക് പണ്ടേ എഴുന്നള്ളത്തുകൾ നടത്താറുണ്ട്.
സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഈ ജീർണത സമൂഹത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതായി കാണാം. ഈ എഴുന്നള്ളത്ത് വിമാനത്താവളങ്ങളിൽ നിന്നും സമ്മേളന സ്റ്റേജുകളിലേക്കും പ്രകടനങ്ങളുടെ മുമ്പിലുമൊക്കെ നേതാക്കൾ പരിഷ്കൃത എഴുന്നള്ളത്തുകൾ നടത്തുന്നു. നേതാക്കന്മാരെ എഴുന്നള്ളത്ത് നടത്തും. എവിടുന്ന്? വിമാനത്താവളത്തിന് നേരെ സമ്മേളന സ്ഥലത്തേക്ക്. ഇത് ഇന്ന് നടക്കുന്നവർ കാറൂന്റെ അടുത്ത കളിയാണ് എന്ന്. ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നവയിൽ എന്ത് ആക്ഷൻ എടുക്കാം. ഞാനല്ല. കെ.ബി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് നേരെ പോയിട്ട് വണ്ടിയിലാണ് കൊണ്ടുവന്നു. വണ്ടികൾ തുറന്ന വാഹനത്തിൽ ഇങ്ങനെ നേതാവിന് വന്നു. എവിടുന്നാ വരുന്നത്? എയർപോർട്ടിൽ നിന്ന് നേരെ സമ്മേളനത്തിന് കൊണ്ടുവന്നു. അതെല്ലാം ഖാറൂനിൽ ഉണ്ടായിരുന്ന ജീർണതയുടെ ആധുനിക രൂപമാണ്. വിമാനത്താവളങ്ങളിൽ നിന്നും സമ്മേളന സ്റ്റേജുകളിലേക്കും പ്രകടനങ്ങളുടെ മുമ്പിലുമൊക്കെ നേതാക്കൾ വലിയ എന്തുണ്ടാവും? ചില ആളുകൾ തുറന്ന ജീപ്പിൽ കയറിയിരിക്കും. തുറന്ന ജീപ്പിലെ എഴുന്നള്ളുന്നത് കണ്ടിട്ടില്ലേ? ജനങ്ങൾ മുന്നിൽ ആളായി നിൽക്കുക. പ്രകടനങ്ങളുടെ മുമ്പിലുമൊക്കെ നേതാക്കൾ പരിഷ്കൃത എഴുന്നള്ളുത്തുകൾ നടത്തുന്നു. ഈ ജീർണത മറ്റു ചിലർ പ്രകടിപ്പിക്കുന്ന കല്യാണങ്ങൾ, വിവാഹാഘോഷങ്ങൾ, ഗൃഹപ്രവേശങ്ങൾ മുതലായവയിലൂടെയാണ്. ചില ആളുകളെ കല്യാണം, ചില ആളുകളെ ഗൃഹപ്രവേശം, ഇതൊക്കെ ഇങ്ങനത്തെ കളികളായിരിക്കും. ഇങ്ങനത്തെ എഴുന്നള്ളത്ത് ഘോഷങ്ങളാക്കി മാറ്റും. ഇങ്ങനെ പല രൂപങ്ങളും. ഖാറൂൻ അനുഭവിച്ച പൊങ്ങച്ചത്തിന്റെ നിർവൃതി ഇവർ ഇതിലൂടെ അനുഭവിക്കുന്നു. അന്ന് അവർ ദുർബല ഹൃദയരുടെ മനസ്സുകൾ ഇളക്കിവിട്ട പോലെ ഇവരും ഇളക്കിവിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഈ ധനാഢ്യന്മാരും നേതാക്കന്മാരും ഇതിൽ ഇവർക്കൊരു പൈശാചിക ആനന്ദം ലഭിക്കുകയാണ്. ജാഹിലിയത്തിൽ നിന്ന് മോചനം നേടാനാകാത്ത മനുഷ്യൻ ആധുനികതയിലാണെങ്കിലും വല്ലാത്ത പാവം തന്നെ. അതായത് ജാഹിലിയ ജീർണത ജനങ്ങളുടെ മുന്നിൽ മേലെയാവുക, ഇതാണ് മനുഷ്യന്റെ താല്പര്യം എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ പറയുന്നു, സ്വർഗം കിട്ടണോ? ഇന്നലെ പറഞ്ഞില്ലേ നീ ചിന്തിക്ക് എന്ന ആയത്ത് ഇന്നലെ ഞാൻ കേൾപ്പിച്ചല്ലോ. എന്ന് പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നീ നിന്റെ അസുലിലേക്കും നിന്റെ അടിമത്തത്തിലേക്കും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. നീ അറിയണം, നിനക്ക് പണം കിട്ടിയതും നിനക്ക് സ്ഥാനമാനം കിട്ടിയതും നീ നാട്ടിലെ വലിയ ബിൽഡിങ്ങും വലിയ മറ്റൊക്കെ വാങ്ങിക്കൂട്ടിയതും നീ നാട്ടിലെ നേതാവായാലും നിന്റെ ദാത്തിന് കിട്ടിയതല്ല. നിന്റെ ആ സ്ഥാനം സമൂഹത്തിന് ഉപകരിക്കാൻ വേണ്ടി പഠിച്ചവൻ നിനക്ക് തന്നതാണ്. ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുന്നത് ദുനിയാവിൽ ഞാൻ മേലെയാകണമെന്ന് വിചാരിച്ച് നീ നടക്കരുത്. അല്ലാഹ് നിനക്ക് നൽകിയാലും അല്ലാഹുവിൽ നിന്ന് നീ അത് തേടരുത്. നീ നിസ്സാരനായ നിന്റെ അടിമയായി ജീവിക്കണമെന്നല്ലാതെ നീ ആഗ്രഹിക്കരുത്. അങ്ങനെ ജീവിച്ചാലോ സ്വർഗം ഞാൻ അത്തരക്കാർക്കാണ് പണിത് വെച്ചിട്ടുള്ളത്. സ്വർഗം ഞാൻ പണി വെച്ചത് ആർക്ക് വേണ്ടിയാ? ഇവിടെയും മണിമന്ദിരങ്ങളിൽ അങ്ങനെ ജനങ്ങളെ മുന്നിൽ ആളായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടണം. അവിടെ നരകക്കാരെ മുന്നിൽ ആനന്ദിച്ചിട്ട് സ്വർഗത്തിലും ഇരിക്കാം. ഇവിടെ സാധുക്കളെ മുന്നിൽ ആനന്ദിച്ചിട്ട് ദുനിയാവിലെ പണത്തിലും സ്ഥാനമാനത്തിലും അഭിരമിച്ചും ഇരിക്കാം എന്ന് വിചാരിച്ചവർക്കല്ല. പിന്നെയോ അല്ലാഹു ഒരു സ്ഥാനമോ ഒരു ധനമോ ഒരു വരുമാനമോ നിനക്ക് നൽകിയാലും നിനക്ക് വേണ്ടി തന്നതല്ല, പകരം അത് സമൂഹത്തിന് ഉപകരിക്കാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. നീ അടിമയാണ് എന്ന ചിന്ത സദാസമയവും നിനക്കുണ്ടായിരിക്കണം. നീ അടിമയാണ്. അല്ലാതെ സ്വർഗം കേവലം ആണ് നിസ്കരിച്ചിട്ട് കേറിപ്പോകും എന്ന് ആരും വിചാരിക്കേണ്ട. ബഹുമാനപ്പെട്ട സൂഫിയാക്കളുടെ ലോകത്ത്, ഔലിയാക്കളുടെ ലോകത്ത് മേൽമെത്തരിൽ മഹാന്മാരിൽ മഹാനായ ബഹുമാനപ്പെട്ട സഹീൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ് എൻ്റെ കയ്യിലുള്ളത്. ബഹുമാനപ്പെട്ടവർ നൽകുന്ന വ്യാഖ്യാനം ഒന്ന് നോക്കാം. അവസാനിപ്പിക്കാണ്. സ്വർഗം വേണ്ടേ? സ്വർഗം ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ
വൽആഖിബത്തു ലിൽമുത്തഖീൻ. ദുനിയാവ് കടലാണെന്ന് ചിന്തിക്കണം. സ്വർഗമാണ് പ്രതീക്ഷയുടെ തീരം. ഇത് കടലാണ്. ഇതിൽ മുതലാളിക്ക് കാലിടറും. ആരെക്കാൾ? മിസ്കീനേക്കാൾ. മിസ്കീന് കുറച്ച് കാലിടറുമ്പോൾ മുതലാളിക്ക് കൂടുതൽ കാലിടറും. പാമരന് കുറച്ച് കാലിടറുമ്പോൾ പണ്ഡിതന് കൂടുതൽ കാലിടറും. അവസാന കാലത്ത് ആകാശത്തിന്റെ ചോട്ട് ഏറ്റവും നികൃഷ്ടവർഗം പണ്ഡിതന്മാരാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ദുനിയാവിന്റെ പളപളപ്പിൽ പണ്ഡിതന്മാർക്ക് കാലിടറി. ഇതാണ് പ്രശ്നം. അങ്ങനെ വരും എന്ന് ഇന്ന് പൂർണ്ണമായും അങ്ങനെയായി എന്ന് പറയല്ല. ആയിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സംഘത്തിൽ നമ്മൾ പെടാതെ നോക്കണം. സാധുക്കൾക്ക് കാലിടറുന്നതിന് പരിധിയുണ്ട്. കാലിടറൂലേ? കാലിടറും. അവർക്കും കാലിടറും. ഞാൻ സാധുവാണല്ലോ, കാലിടറില്ല എന്ന് വിചാരിക്കണ്ട. സാധുവിനും കാലിടറും. എന്നാൽ പണക്കാരന് കൂടുതൽ കാലിടറും. പണം കിട്ടിയത് നിനക്ക് വേണ്ടി തന്നതല്ല, സമൂഹത്തിൽ ആവശ്യമുള്ള സ്ഥലത്ത് നിന്നെ കൊണ്ട് ഉപകരിപ്പിക്കാൻ വേണ്ടി തന്നതാണ്. സാധുക്കൾക്കും നന്മക്കും സൽപ്രവർത്തനത്തിനും ദീനീ പ്രബോധനത്തിനും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ഒരു സ്ഥാനം തന്നതോ നിനക്ക് വേണ്ടി തന്നതല്ല, പകരം ആ സ്ഥാനം കൊണ്ട് സമൂഹത്തിൽ നേട്ടമുണ്ടാകാൻ വേണ്ടി തന്നതാണ്. അതുകൊണ്ട് തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽമുത്തഖീൻ. സൂക്ഷിക്കേണ്ടതിന് ദുനിയാവായും ആഖിറത്തിന് ആഖിറമായും സൂക്ഷിച്ചവർക്ക് മാത്രമാണ് സ്വർഗം ഉണ്ടാവുക. സ്വർഗം കൊണ്ട് വൽ ആഖിബ, അവസാനം അവരെ വിജയിക്കുകയുള്ളൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഒരു വ്യാഖ്യാനം കൂടി കേൾപ്പിക്കാം. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിഷയ ഖുർആൻ വ്യാഖ്യാനം ഒന്ന് നോക്കാം. മൻ അഖദ മിനദ് ദുനിയ ബിശഹ്വത്തിൻ മിൻഹു ഹറമഹുല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ മാ ഹുവ ഖൈറുൻ മിൻഹാ. ആരായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനിയാവിൽ എനിക്കും എൻ്റെ സമൂഹത്തിനും ഉപകാരമാവണം എന്ന നിലക്കല്ലാതെ കേവലം വൈകാരികമായ തലത്തിൽ മാത്രം തൻ്റെ ശുദ്ധീകരിക്കാത്ത മനസ്സിന്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം ഏതെങ്കിലും സ്ഥാനമോ ധനമോ ഒരാൾ സമ്പാദിച്ചാൽ ഹറമഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ മാ ഹുവ ഖൈറുൻ മിൻഹാ. ഇതിനേക്കാൾ വലിയത് ദുനിയാവിലും ആഖിറത്തിലും അവന് നഷ്ടപ്പെട്ടു പോകും. ദുനിയാവിൽ ആളാകാൻ വേണ്ടി ഒരു കാര്യം ഒരാൾ നേടിയാൽ ഏറ്റവും വലിയ ഖൈർ അവന്റെ കയ്യിൽ വരേണ്ടത് അത് തടഞ്ഞു. എവിടെ തന്നെ തടയും? പരലോകത്തല്ല, എവിടെ തടയും? ദുനിയാവ് തടയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ദുനിയാവെന്നൊരാൾ നേടിയാൽ ഒരു വേണ്ടി പണം ഉണ്ടാക്കി എന്തിന്? നന്മ ചെയ്യാൻ. പള്ളി ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം, കോളേജ് ഉണ്ടാക്കണം, നന്മ ചെയ്യണം. മക്കൾക്ക് ഹലാലായ സമ്പത്തും വേണം, മക്കൾക്ക് ഭക്ഷണവും വേണം. അല്ലാതെ പളപളപ്പിന് ആളെ മുന്നിൽ ആളാകാനല്ല. മക്കൾക്ക് ഹലാലായ സമ്പത്ത് വേണം. അതേ സമയത്ത് അത് മക്കൾക്ക് മാത്രം പോയാ പള്ളിക്ക് വേണം, മദ്രസക്ക് വേണം, ദീനിന് വേണം, സ്ഥാപനങ്ങൾക്ക് വേണം, ഇൽമ് വേണം, മിസ്കിമാർ രക്ഷപ്പെടണം. ഇതൊക്കെ കരുതിയിട്ടാണ് ഒരാൾ സമ്പത്തുണ്ടാക്കിയതെങ്കിൽ ലം യുഹറം മാ ഹുവ ഖൈറുദ് ദുനിയാ മാ ഹുവ ഖൈറുൻ ഫിദ് ദുനിയാ. ദുനിയാവിൽ ഖൈറായ ലദ്ദത്തുൽ ഇബാദ, ആരാധനയുടെ രസം അവന് തടയപ്പെടുകയില്ല. അപ്പോൾ ഒരു പണക്കാരൻ എന്ത് ചെയ്തു? പണം ഉണ്ടാക്കി. എന്തിനു വേണ്ടി? നന്മക്ക് ചെലവഴിക്കാൻ വേണ്ടി പണമുണ്ടാക്കിയാൽ അവന് ഖൈർ തടയപ്പെടുകയില്ല. ഏറ്റവും വലിയ ഖൈർ ഏതാ? ലദ്ദത്തുൽ ഇബാദ, ആരാധനയുടെ രസം അനുഭവിക്കുക. ആരാധനയുടെ രസം അനുഭവിക്കുക, അതവന് കഴിയും. അവന് ഉണ്ടാക്കിയ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയും അല്ല ഖൈറായ കാര്യത്തിന് വേണ്ടി ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്. അവന്റെ പളപളപ്പും പകിട്ടാർന്ന ജീവിതവും അവൻ ജനങ്ങളിൽ ആളാകണം എന്നവൻ കൊതിച്ചിട്ടില്ല എങ്കിൽ അവന് ഖൈറായത് അള്ളാഹു തടയുകയില്ല. ഇല്ലെങ്കിൽ അള്ളാഹു മഹബ്ബത്തുൽ ഹഖ് അസ്സ വജല്ല, പടച്ചോന്റെ സ്നേഹം, അള്ളാഹിനുള്ള സ്നേഹം ഒരു മുതലാളിക്ക് വർദ്ധിക്കും എപ്പോൾ ആ മുതലാളി അള്ളാഹ്ക്ക് വേണ്ടി നേടുകയും അള്ളാഹ്ക്ക് വേണ്ടി നൽകുകയും ചെയ്താൽ. അതേ സമയത്ത് ദുനിയാവിന് വേണ്ടി നേടി ദുനിയാവിന് വേണ്ടി നൽകിയാൽ പോലും അള്ളാഹിന്റെ സ്നേഹത്തിലെത്താൻ അവന് കഴിയില്ല. നല്ലതിന് വേണ്ടി നേടി നല്ലതിന് വേണ്ടി നൽകിയാലോ അവരെ സ്വർഗം കാത്തിരിക്കും. വളരെ ചിന്തിക്കണം. ഈ ആയത്തിന്റെ റാത്തിബ് നാബിലി റഹ്മഹുല്ലാഹ് കൊടുത്ത വ്യാഖ്യാനം സാന്ദർഭികമായി ഞാൻ വായിക്കാം. ഒറ്റ വരി അവസാനിപ്പിക്കാം. ലാ തബ്ഹസ് അൻ മകാനത്തിൻ അലിയത്തിൻ ഇൻദ الناس
മനുഷ്യ മുഅ്മിനെ, സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ, ലാ തബ്ഹസ്, നീ അന്വേഷിച്ച് നടക്കരുത്, അൻ മകാനത്തിൻ അലിയ, ഒരു ഉന്നതമായ സ്ഥാനത്തെ, ഇൻദന്നാസി, ജനങ്ങളുടെ അടുത്ത്. ബഹുമാനപ്പെട്ട റാത്തിബ് ബിൻ നാബിസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനമാണിത്. ലാ തബ്ഹസ്, നീ അന്വേഷിച്ച് നടക്കരുത്, അൻ മകാനത്തിൻ അലിയ ഇൻദന്നാസി, ജനങ്ങളുടെ അടുത്ത് ഒരു ഉന്നത സ്ഥാനം കിട്ടണം എന്ന് ആഗ്രഹിച്ച് നീ നടക്കരുത്. നടന്നാലോ ആ സ്വർഗത്തിലെത്താൻ നിനക്ക് കഴിയില്ല. ഫഇന്നന്നാസ, ജനങ്ങൾ, ലാ യുഖദ്ദിമൂന വലാ യുഅഖിറൂന, നിന്നെ മുന്തിച്ചു വെക്കാനും അവർക്ക് കഴിയില്ല, നിന്നെ പിന്തിച്ചു വെക്കാനും അവർക്ക് കഴിയില്ല. വലാകിൻ ഫബ്ഹസ് അൻ മകാനത്തിൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനം നീ അന്വേഷിക്കണം. അപ്പോൾ ദുനിയാവിൽ മേലെയാവും, ആഖിറത്തിൽ മേലെയാവും. അല്ലാഹു തൗഫീഖ്. ചിന്തിക്കുക, സ്വർഗം വേണം. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. സ്വർഗം എന്നാണ് പറയാ. എന്നിട്ട് നിസ്കരിക്കുക, എന്നിട്ട് ഒരു പണിയില്ല, നാട്ടിലെ വിത്തിനൊക്കെ ഉണ്ടാക്കുക, അവനാന്റെ 10 ഉറുപ്പ്യ ഉണ്ടാക്കിയ ഒരു ഹൈറായ കാര്യത്തിന് കൊടുക്കൂല. തന്റെ മേൽമത്തരം, തന്റെ വലിപ്പത്തരം. ഏത് യോഗം കൂടിയാലും അവന്റെ വൽപ്പത്തരം പറയാനേ ഉള്ളൂ. ഏത് യോഗത്തിലും അവന്റെ വൽപ്പത്തരം അല്ലാതെ പറയൂല. ഏത് കമ്മിറ്റിയും അവന്റെ വൽപ്പത്തരം കേൾക്കും. ഏതാളും അവന്റെ വൽപ്പത്തരം അറിയണം. അവന്റെ വൽപ്പത്തരം അവനാളാകൽ, ഇതാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ അവന് വേണ്ടി അള്ളാഹ് സ്വർഗം ഉണ്ടാക്കിയിട്ടില്ല. ഈ മണ്ണാണ്, മണ്ണ് സ്വയം ഉയരാൻ കഴിയില്ല, വെച്ചുകൊടുത്തിരിക്കും. അതുകൊണ്ട് ജനങ്ങളടുത്ത ആളാകണ്ട. ജനങ്ങൾ മുന്തിക്കാനും ജനങ്ങൾക്ക് കഴിയൂല, പിന്തിക്കാനും ജനങ്ങൾക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ചോ. അതെങ്ങനെ കിട്ടാ? للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين.